പറഞ്ഞ്, തെറ്റ് പറഞ്ഞ്, കള്ളത്തരം പറഞ്ഞ് പാശ്ചാത്യന്റെ പണം നേടുവാൻ വേണ്ടി ഈ ഭാരത സംസ്കാരം ഇവർ വ്യഭിചരിക്കും. വ്യഭിചരിക്കുന്നുള്ള വാക്കിന് അങ്കലാപ്പൊന്നും വേണ്ട. മിസ്യൂസ്, ദുരുപയോഗപ്പെടുത്തൽ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കണമെങ്കിൽ, മതത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വം വളരണമെങ്കിൽ, അല്ലാത്തപക്ഷം മനുഷ്യത്വം മതവുമായി ചേർന്ന് ഒരുമിച്ച് വളരണമെങ്കിൽ മതത്തിനും മനുഷ്യത്വത്തിനും തുല്യസ്ഥാനം നൽകുന്ന ആശയഗതി ഉണ്ടാകണം. ഇല്ലാത്തപക്ഷം മതം മയക്കുമരുന്നോ അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും മരുന്നോ ആയി മാറും. ലോകത്തിൽ ശാന്തി അവസാനിക്കും, എന്നേക്കും തമ്മിലടി നിലനിൽക്കും, കോളനൈസേഷൻ വരും. അതേപോലെ വിഷം നിറഞ്ഞ ബാമ്പുകൾ ഉപയോഗിക്കും, അസ്ത്രങ്ങളും അതേപോലെ ശസ്ത്രങ്ങളുമൊക്കെ അത്തരത്തിൽ വിഷമയമായി തീരും. അന്തരീക്ഷം മനുഷ്യന് ശ്വസിക്കാൻ കഴിയാത്തവണ്ണം മാലിന്യമുള്ളതായി തീരും. ഇങ്ങനെ പ്രപഞ്ചത്തിൽ സമസ്ത ജീവരാശിക്കും നാശം വരാൻ പോകുന്ന രീതിയിലുള്ള പലതും മതത്തിന്റെ വികാരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടത്തെ രാഷ്ട്രീയ കോമരങ്ങൾ തയ്യാറാകും. അതിന് സംഘടിത മതങ്ങളുടെ സാമുദായിക ശേഷിയും സാമ്പത്തിക ശേഷിയും വിനിയോഗിക്കുമ്പോൾ ഒന്നുമില്ലാതെ വസുധൈവ കുടുംബകവും പറഞ്ഞ് മലർന്നു നോക്കിയിരിക്കുന്ന ഹിന്ദു എന്തു ചെയ്യും? ഇതിനിവിടത്തെ സെക്കുലാറിസ്റ്റിന് മറുപടി പറയാനുണ്ടോ? ഒരു മുസ്ലിം ലേഡി, നിങ്ങൾ കേട്ടിരിക്കും ആ കഥ. അവർ തലാക്ക് പറഞ്ഞ് പുറന്തള്ളിയപ്പോൾ സുപ്രീം കോടതി വിധിച്ചു ആനിവിറ്റി കൊടുക്കണമെന്ന്. പക്ഷേ നമ്മുടെ ഡൽഹിയിലെ ബുഖാരി പറഞ്ഞു, ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത പ്രാവശ്യത്തെ പിച്ചച്ചട്ടിയിൽ വോട്ട് വീഴാൻ വേണ്ടി ഭാരതത്തിലെ സ്ത്രീത്വത്തിന് ഇവിടുത്തെ പാരമ്പര്യം കൽപ്പിച്ചിരുന്ന വിലയെ പിച്ചി ചീന്തിക്കൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ കരിച്ചു ചുട്ടുപറത്തിക്കൊണ്ട്, ജുഡീഷ്യറിയുടെ ജഡ്ജ്മെന്റിനെ എടുത്തു ദൂരെ പറത്തിക്കൊണ്ട് പുതിയ നിയമമുണ്ടാക്കി ബുക്കാരിയെ അനുസരിച്ച് ഖുർആൻ ന്യായം മാത്രം അംഗീകരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ പുറന്തള്ളി സ്ത്രീത്വത്തിനെ ചോദ്യം ചെയ്തവരാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ. ആരാണെന്ന് പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നു. ഇങ്ങനെ ഭാരത പാരമ്പര്യത്തിൽ ഹരിശ്രീ പാടില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെ ഇങ്ങനെ ണൂണോന്നാക്കിട്ട് കേട്ടല്ലോ. ഹരിശ്രീ പാടില്ല, വേറെ എന്തോ എഴുതണമെന്നൊക്കെ പറയണ കേട്ടു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഭാരതത്തിലെ ഹിന്ദു, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു, ഇവന് ശ്രദ്ധിക്കേണ്ട സമയം ശ്രദ്ധിക്കാതെ, ചെയ്യേണ്ടത് ചെയ്യാതെ, അനുസരിക്കേണ്ടത് അനുസരിക്കാതെ, അഹന്ത കാണിച്ച് അങ്ങേയറ്റം ഞാൻ എന്ന് തള്ളിവരുന്ന വ്യക്തിത്വം വകയ്ക്കുകൊള്ളാതെ പോകുന്ന വഴിയിൽ അടിഞ്ഞു വീഴുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തവണ്ണം അധപ്പതിച്ച് കിടക്കുന്ന അനാഥപ്രേതം പോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ സൃഷ്ടി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പുണ്യഭൂമിയിൽ ഉൾപ്പെടെയുള്ള മറ്റ് പത്രങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വന്ന ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. 98% ആര്? ഇന്ന് വിളിച്ചു പറ. 98% ആത്മഹത്യ ചെയ്തതാര്? എന്തുകൊണ്ട് ജന്തു അങ്ങനെ ചെയ്തു? ജനിച്ചു വളർന്ന നാട്ടിൽ അവനെ രക്ഷിക്കാൻ എന്തുകൊണ്ട് ആളുണ്ടായില്ല? എന്തുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് വന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ പാർട്ടികൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് തകരുന്ന ധനതത്വശാസ്ത്രത്തിനെതിരെ വെല്ലുവിളി മുഴക്കാൻ കഴിഞ്ഞില്ല? പകരം സഹോദരന്റെ കഴുത്ത് സഹോദരൻ വെട്ടാൻ നമ്മളെ പഠിപ്പിച്ച പാശ്ചാത്യ കുതന്ത്രത്തിന്റെ മേഖലകളിൽ നിന്ന് സ്വന്തം വാളൂരി പിടിച്ച് സ്വന്തം മതത്തിനും കോളനിക്കും വേണ്ടി പടവരുന്ന ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ ആ പേര് പറഞ്ഞ് ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടത്തെ ഹിന്ദുവിന് എന്തുണ്ട് കൊടുക്കാൻ? ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ്. അതിലത്തേക്ക് വേണ്ടി ഇവിടത്തെ സഹസ്രകോടി അർച്ചന കഴിഞ്ഞാൽ ഒരാള് 50 പേരെ ചേർക്കണമെന്ന് പറഞ്ഞതിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം ഞാനിപ്പോ പറയുന്നില്ല. കാരണം കുടുംബസമിതി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ആ കുടുംബസമിതി ഇന്ന് കുടുംബം വസുധൈവ കുടുംബകമെന്ന് വരെ, ലോകമൊരു കുടുംബമാണ് എന്ന് പറയാൻ വരെ നമ്മളെ പ്രാപ്തരാക്കിയ കൊച്ചു കൊച്ചു കുടുംബങ്ങളിലെ അച്ഛനും അമ്മയും പഠിപ്പിച്ച സംസ്കാരത്തിന്റെ ബീജങ്ങളിൽ നിന്ന് പൊടിച്ചു വളർന്ന് തഴച്ച് പന്തലിച്ച് ഇന്നും പുഷ്പങ്ങൾ ഉതിർത്ത് കനികൾ ഉതിർത്ത് നിൽക്കുന്ന ഭാരത സംസ്കാരം എന്ന മഹാവൃക്ഷത്തിന്റെ തണലിൽ ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അന്ന് ആ കുടുംബത്തിന്റെ സമിതി ഉണ്ടാക്കണമെന്ന്
ലോകത്തെല്ലാം നശിച്ചാലും ഈ കുടുംബബന്ധം നശിക്കും.